ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട് മെഹന്തി വിവാദം. RJ ആയ അഞ്ജലിയും അവളുടെ സുഹൃത്തായ നിരഞ്ജനയും ചേർന്നുണ്ടാക്കിയ മെഹന്തി വിവാദത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതെ, RJ ആയ അഞ്ജലിയും അവളുടെ സുഹൃത്തായ നിരഞ്ജനയും ചേർന്നുണ്ടാക്കിയ വിവാദമാണ് മെഹന്തി വിവാദം. ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്ത്രീയെ വിളിച്ച് തങ്ങൾക്ക് സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടണം, റേറ്റ് എത്രയാണ് എന്നാണ് RJ അഞ്ജലിയും സുഹൃത്തായ നിരഞ്ജനയും ചോദിച്ചത്. ഈ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. പ്രാങ്ക് കോൾ വിവാദമായതോടെ ക്ഷമ ചോദിച്ച അഞ്ജലി രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ തനിക്കെതിരെ കമൻ്റ് ഇട്ടവരോട് മറുപടിയുമായി അഞ്ജലി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ഇപ്പോഴിതാ തൻ്റെ ജോലി പോയി എന്ന് പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട് മറുപടിയുമായി വന്നിരിക്കുകയാണ് അഞ്ജലി. തൻ്റെ ജോലി പോയിട്ടില്ല എന്നും താൻ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ജോലി റിസൈൻ ചെയ്തിരുന്നു എന്നുമാണ് അഞ്ജലി വിശദീകരണം നൽകുന്നത്. ജോലി രാജിവെച്ചെങ്കിലും തൻ്റെ പേജിലൂടെ ഒരുപാട് പേരെ സഹായിച്ചിരുന്നു എന്ന് അഞ്ജലി പറയുന്നു. എന്നാൽ സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇട്ട് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ബ്യൂട്ടി പാർലർ ഉടമയെ കളിയാക്കിയത് ജനങ്ങൾ വീണ്ടും വിവാദത്തിലൂടെ തന്നെ കൊണ്ടുപോയി. അഞ്ജലി എത്ര തന്നെ ക്ഷമാപണം നടത്തിയെങ്കിലും ഒരു ബ്യൂട്ടി പാർലർ ഉടമയെ വിളിച്ച് തങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇട്ട് തരുമോ എന്നുള്ള ചോദ്യം ജനങ്ങൾ അങ്ങനെ തള്ളിക്കളയാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ആളുകൾ അഞ്ജലിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിനു താഴെ ചെന്ന് കമൻറ്റുകൾ ഇടാൻ തുടങ്ങി. തൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ കമൻ്റ് ഇടുന്നവർക്ക് ചുട്ട മറുപടിയുമായിട്ടാണ് അഞ്ജലി എത്തിയിട്ടുള്ളത്. വർഷങ്ങൾ പ്രയത്നിച്ചുണ്ടാക്കിയ പ്രശസ്തി മിനിറ്റുകൾ കൊണ്ടാണ് അഞ്ജലി ഇല്ലാതാക്കിയത് എന്ന കമൻറ്റിനോട് അഞ്ജലി പ്രതികരിച്ചത് ഇങ്ങനെ: ഫോളോവേഴ്സിൻ്റെ എണ്ണമല്ല മനുഷ്യൻ്റെ ഗുണമേന്മ നിർണ്ണയിക്കുന്നത് എന്നാണ് അഞ്ജലി മറുപടി നൽകിയിരിക്കുന്നത്. പോകാം എയറിലേക്ക് എന്ന കമൻറ്റിനു താഴെ അഞ്ജലി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: 12 വർഷമായി ചേച്ചി എയറിൽ തന്നെയാണ്, ഇപ്പോഴും എന്നും എനിക്ക് മടുക്കും വരെയും എന്നായിരുന്നു കമൻറ്റിന് നൽകിയ മറുപടി. മോശം കമൻ്റ് ഇടുന്നവർക്കെതിരെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അഞ്ജലി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ കൊണ്ട് കുറ്റകൃത്യം ചെയ്യിപ്പിച്ച യൂട്യൂബേഴ്സിന് അഭിവാദ്യങ്ങൾ എന്ന ഒരു പോസ്റ്റും കൂടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അഞ്ജലിയും അവളുടെ സുഹൃത്തായ നിരഞ്ജനയും എത്ര തന്നെ ക്ഷമാപണവും ന്യായീകരണവും നൽകിയാലും ഒരു സ്ത്രീയെ വിളിച്ചിട്ട് തങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇട്ടു തരണം എന്ന് പറയുന്നതിനോട് യോജിക്കാൻ നമുക്കാവില്ല. മാന്യമായ രീതിയിൽ തൊഴിലെടുത്ത് കഴിഞ്ഞവരെ കളിയാക്കിക്കൊണ്ടാണ് അഞ്ജലിയുടെയും സുഹൃത്തിൻ്റെയും ഈ ഫോൺ കോള് എന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. തങ്ങളുടെ സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇട്ട് തരുമോ, എത്രയാണ് റേറ്റ് എന്ന് ചോദിക്കുന്നത് തന്നെ അവരുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് അപമാനമാകുന്നത്. വൈറലാവാൻ വേണ്ടി എന്തും ചെയ്യുന്നൊരു സമൂഹത്തിൻ്റെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സുഹൃത്തിലേക്കും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.